നമസ്കാരം. യൂട്യൂബിൽ വന്നിരിക്കുന്ന 5 അടിപൊളി അപ്ഡേറ്റുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് 2 അപ്ഡേറ്റ് പുതിയ ക്രിയേറ്റർമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ഇനി നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അത് ഷോർട്സ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒന്നും ഇല്ലായിരുന്നു. ഇന്ത്യയിൽ അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. US-ലും യൂറോപ്യൻ കൺട്രീസിലും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ആ ഫീച്ചർ ഗ്ലോബലായിട്ട് എല്ലാവർക്കുമായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. സെറ്റിംഗ്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണർ കൂടാതെ വേറെ ഒരു മാനേജറെ നിയമിച്ചിട്ട് അദ്ദേഹത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ബ്രൗസറിലും ഡെസ്ക്ടോപ്പ് മോഡിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഓപ്ഷനാണ് ഇനി നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെയേറെ അനായാസമായിട്ട് അത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഇനിയിപ്പോൾ അത് വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡിംഗിലേക്ക് പോയിട്ട് ഇതൊന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈഡിലാക്കി കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടത് വശത്ത് നമുക്കൊരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്ക്. അതിനുശേഷം ഇവിടെ നമുക്ക് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എൻ്റെ പേര് ഇവിടെ കാണാം, ജോൺ ബാസ്റ്റിൻ. എൻ്റെ ജിമെയിൽ ID ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ആക്സസ് എന്ന് പറഞ്ഞ ഓണർ എന്ന് പറഞ്ഞിട്ട് കാണാം, ഓണറാണ്. എന്നിട്ട് അതിനുശേഷം നമുക്കിവിടെ ഇൻവൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് മാനേജരായിട്ടും മറ്റോ എല്ലാം ചേരുന്നത്, ഒരാളെ നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അപ്പോൾ നമ്മുടെ ജിമെയിൽ ID കൊടുത്ത് ഇവിടെ നമുക്ക് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. സൈൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മാനേജർ, പ്രൈമറി ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ ഇവിടെ വരും. ഇപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലേക്ക് വരികയാണ്, ഒഫീഷ്യൽ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ബ്രാൻഡ് അക്കൗണ്ടിനുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ ഇതിനു ശേഷം ഇതെല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതോടെ നമുക്ക് പൂർത്തിയായി. ഇപ്പോഴാണ് ഇങ്ങനെയാണ് നിലവിലുള്ള ഒരു പെർമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഒഫീഷ്യൽ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് വരാൻ പോകുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ടാബ് കിട്ടും. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുന്ന ടാബ് നേരത്തെ അനലിറ്റിക്സിൽ അതിനെക്കുറിച്ച് വരികയില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് സ്റ്റോറീസും കൂടി അനലിറ്റിക്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഡാർക്ക് തീം എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലും വൈറ്റ് സ്റ്റുഡിയോയിലും ഉള്ളതായിട്ട് നമുക്കറിയാതെ കണ്ണിന് വളരെ അനായാസകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വീഡിയോ മാത്രമായിട്ട് കാണുവാനായിട്ട് കഴിയും. അത് ഇനി ഡെസ്ക്ടോപ്പ് വെർഷനിലേക്ക് നമ്മുടെ ബ്രൗസറിലേക്കും കൂടി വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അനായാസകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. കൂടാതെ ഡാർക്കിനോട് കൂടി തന്നെ വേറെ ചില കളേഴ്സ് അതിൻ്റെ കൂടെ വരുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് താമസിയാതെ എല്ലാവർക്കും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ 5ാമത്തെ അപ്ഡേറ്റിലേക്ക് വരാം. അതായത് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടൈം കൊടുത്തുകൊണ്ട് നമ്മളവിടെ ഓരോ ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നവർക്ക് ആ ഭാഗം മാത്രമായിട്ട് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 00 എന്ന് പറഞ്ഞ ടൈം കൊടുത്ത ഒരു ചെറിയൊരു ഡാഷ് അവിടെ വിട്ടിട്ട് അവിടെ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിനുശേഷം അതിന്റെ താഴെയായിട്ട് നമ്മളിപ്പോൾ വീഡിയോ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നമ്മളൊരു കുക്കിംഗ് ചാനലാണെങ്കിൽ അതിന്റെ ചേരുവകൾ എടുത്ത് തയ്യാറാക്കുന്ന ഒരു ഭാഗം നമുക്ക് 2ാമത്തെ മിനിറ്റ് തൊട്ടാണെങ്കിൽ അത് 2 എന്ന് തൊട്ടിട്ട് അവിടെ എഴുതുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും വഴറ്റുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഒരു 3ാമത്തെ മിനിറ്റ് തൊട്ടുള്ളതാണെങ്കിൽ അവിടെ 3 എന്ന് എഴുതുക. അതിനുശേഷം നമ്മൾക്ക് ഓരോ ഭാഗങ്ങൾ തുടങ്ങുന്ന ഏതാണെന്ന് വെച്ചിട്ട് അവിടെ എഴുതിയിട്ട് ഒരു ഡാഷ് വിട്ടതിന് ശേഷം അവിടെ ടൈം നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ അവസാനത്തെ 5ാമത്തെ മിനിറ്റിലാണെങ്കിൽ നമുക്ക് ഔട്ട്രോ, അതായത് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു ഔട്ട്രോ പറയുമല്ലോ. അപ്പോൾ അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു ബ്ലൂ കളറിൽ അവിടെ സെപ്പറേറ്റ് വരുന്നതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക ഒരു ഭാഗം ഒരു ആവറേജ് വ്യൂവറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ആ ടൈമിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം വീണ്ടും വന്ന് അവിടെ ഓപ്പൺ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് കാണുവാനായിട്ട് കഴിയും. വീണ്ടും വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ടും കഴിയും. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു അവറേജ് വ്യൂവറിന് ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാതെ ആ ഭാഗം മാത്രം വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഈ അപ്ഡേറ്റിൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനകത്ത് നമുക്കൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് അത് യൂട്യൂബിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാംഗ്വേജ് ഏതാണ്, നമ്മൾ അതിനകത്ത് ഇൻഅപ്രോപ്രിയായിട്ട് എന്തെങ്കിലും വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ഗൈഡ് ലൈൻ പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. വോയിസ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങൾ അത് ചെക്കിംഗ് ടൈമാണ്. ചെക്കിംഗ് ടൈമിന് ശേഷമാണ് നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീഡിയോയിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കി ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നോക്കി ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ജോൺ ബാസ്റ്റിൻ.